സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ. അപ്പോൾ ഞാനൊരു മോർണിംഗ് വ്ളോഗായിട്ട് വന്നതാണ്. അപ്പോൾ ഇതാ രാവിലെ നേരത്തെ എണീറ്റ് നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ നമ്മുടെ മുടിയൊക്കെ വാർന്ന് സെറ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കണ്ടോ. ഇന്നാണ് നേരത്തെ എണീറ്റെന്ന് പറയാൻ പറ്റില്ല, സമയം ഒരു കുറച്ച് വൈകി. പക്ഷെ നമുക്കിന്ന് അങ്ങാടിക്ക് പോകാനുള്ള വണ്ടി, നമ്മുടെ വാഹനം ഇതുവരെ റെഡിയാക്കിയിട്ടില്ല കേട്ടോ. ഇത് വർക്ക്ഷോപ്പിൽ നിന്ന് ഒന്നെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ആളിങ്ങോട്ട് വരണം, എന്നാലേ റെഡി ആവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നേരെ ഇതിലൂടെ കഴിഞ്ഞ ദിവസം പോയ ഈ വഴിയിലൂടെ തന്നെ അങ്ങാടിയിലേക്ക് പോയി ഓഫീസിലിരുന്ന് പത്രം കാര്യങ്ങളൊക്കെ വായിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഷുഹൈബിൻ്റെ വണ്ടിയിലാണ് നമ്മളെ അടുത്ത യാത്ര. ഓൻ്റെ വണ്ടിയിൽ എന്ന് പോകുമ്പോഴും ഓനൊരു 50 റുപ്യ കണ്ടടിച്ചിട്ട് വരും. അതിന് വേണ്ടിയിട്ട് മുറിയൊരു പമ്പ് കയറിയിട്ട് ഒരു 50 റുപ്യ കണ്ടടിച്ചു. അത് ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുത്ത് അങ്ങനെ സമയം പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അരിമ്പുറ പോയി. അരിമ്പുറയുള്ള കാഴ്ച കേട്ടോ. അരിമ്പുറ എന്ന് പറഞ്ഞാൽ ശരിക്കും കാർഷിക ഗ്രാമമാണ്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ജംഷീദ് എത്തിയിട്ടോ. അപ്പോൾ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷുഹൈബ് ഓൻ്റെ ബൈക്ക് പോയി. അപ്പോൾ ഞാൻ ജംഷീദും പാടെ ഒരു സ്ഥലം വരെ വന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ യൂത്ത് ലീഗ് കമ്മിറ്റി വൈറ്റ് കാർഡിൻ്റെ പ്രവർത്തന ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന പായസ ചലഞ്ച് കണ്ടോ ഞങ്ങൾ എത്തിപ്പെട്ടത്. നമുക്ക് ഓരോ യൂണിറ്റിലും ഇത്ര ആളുകൾ കളക്ട് ചെയ്തിട്ട് അവർക്ക് പായസം എത്തിച്ചു കൊടുക്കുക. 200 രൂപയുണ്ട് പായസത്തിന്. വൈറ്റ് കാർഡിൻ്റെ സേവനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു രീതിയിലുള്ള പരിപാടികളാട്ടോ. അപ്പോൾ അവർക്ക് പ്രവർത്തന ഫണ്ട് ഉണ്ടാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ പായസ ചലഞ്ച് വെച്ചത്. അപ്പോൾ ഇതാ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മുടെ യൂണിറ്റിൽ എല്ലാ വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്ത്. എല്ലാ വീടുകളും പറഞ്ഞാൽ ഓർഡർ ചെയ്ത് നമ്മുടെ മുൻകൂട്ടി പറഞ്ഞ വീടുകൾക്കൊക്കെ 1 ലിറ്റർ പായസമാണ് നമ്മളിപ്പോൾ ഈ ക്യാനിൽ കാണുന്നത്. എല്ലാ വീടുകൾക്കും നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ ഓരോ വീടുകളിലേക്ക് എത്തിച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ താന്നിക്കൽ ഏരിയയിൽ ഏറ്റെടുത്ത ആളുകൾക്കാണ് ഈ ബോക്സ് എത്തിച്ചു കൊടുക്കുന്നത്. ഒരു ബോക്സിൽ 12 പീസ് വരെ എത്തിച്ചു. ഈ ലിസ്റ്റ് നോക്കിയിട്ട് ഇതിൽ ഇനി എത്താനുള്ള 1-2 വീടുകളും കൂടി നമ്മൾ കയറി എത്തിച്ചു കൊടുത്തു. കുറേ വഴികളൊക്കെ നടന്ന് എത്തിച്ചു കൊടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൂടെ ആഷിക്കുണ്ട്. ആഷിക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കും. അപ്പോൾ ചെങ്കളെ നമ്മൾ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മോർണിംഗ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.